നമുക്കിന്ന് പഠിക്കാനുള്ള അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മാണ്. എൻ ടേംസിൻ്റെ സമ്മുകളുടെ ഫോർമുല എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, നമുക്കതാണ് നോക്കാം. ചില പർട്ടിക്കുലർ സീരീസിൻ്റെ അല്ലെങ്കിൽ സീക്വൻസിൻ്റെയൊക്കെ സം നമുക്കിവിടെ എഴുതിയെടുക്കാം. അരിത്മെറ്റിക് സീക്വൻസിനകത്ത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് സപ്പോസ് എൻ ടേംസ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് എൻ ടേംസിൻ്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എല്ലാ ടേംസിൻ്റെ പദങ്ങളുടെ തുക, ഈ സം എന്ന് പറയുന്നത് പദങ്ങളുടെ തുക അല്ലെങ്കിൽ സം നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അപ്പം സമ്മിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എസ് വെച്ച് എഴുതാം. സം അല്ലെങ്കിൽ തുക ഇസിക്വൽ ടു ദ ഫോർമുല n/2. രണ്ട് ഫോർമുലയുണ്ട്. ആദ്യം n/2 എഫ് പ്ലസ് എക്സ്. ഇവിടെ എഫ് എന്തുവാണ്? ഇവിടെ എഫ് ആണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം. അതിനെ നമുക്ക് x1 എന്നും എഴുതാം. അപ്പോൾ ഇതിനെ പോലെ നമുക്ക് x1 എന്നും എഴുതാം. ഇങ്ങനെയാവും n/2 x1 പ്ലസ് xn. ഇതാണ് സമ്മിൻ്റെ ഫോർമുല. അതായത് രണ്ടാമത്തെ, ഇത് ഫസ്റ്റ് ഫോർമുല. രണ്ടാമത്തെ ഫോർമുല ഉണ്ട്, സം ഇസിക്വൽ ടു n/2 2f പ്ലസ് n-1 ഇൻറ്റു ഡി. ഇത് നമുക്ക് ഒരു ഫോർമുലയാണ്. അപ്പം ഇതാണ് നമുക്ക് സം ഇസിക്വൽ ടു n/2 2f പ്ലസ് n-1 ഇൻറ്റു ഡി. ഇതാണ് രണ്ടാമത്തെ ഫോർമുല. അപ്പോൾ നമുക്കൊരു ടേം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫോർമുലയ്ക്കകത്ത് വെച്ച് സം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ നോക്കിക്കഴിഞ്ഞ് സമ്മിൻ്റെ ഫോർമുല എന്താണെന്ന്, സം ഇസിക്വൽ ടു n/2 x1 പ്ലസ് xn അല്ലെങ്കിൽ n/2 2f പ്ലസ് n-1 ഇൻറ്റു ഡി. ഇവിടെ x1 എന്താണ്? ഫസ്റ്റ് ടേമാണ്. x2 എന്താണ്? x1 ഫസ്റ്റ് ടേം, xn എന്താണ്? ലാസ്റ്റ് ടേം. അവസാനത്തെ പദം ആദ്യത്തെ പദമാണ്. n നമ്പർ ഓഫ് ടേംസ്, എത്ര അതിനകത്ത് പദങ്ങളുടെ എണ്ണമാണ് n. ഇനി നോക്കി നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1. ഇനി അടുത്ത് നമുക്ക് പർട്ടിക്കുലർ സീക്വൻസിൻ്റെ ഡയറക്റ്റ് ഫോർമുല ഉണ്ട് സമ്മിൻ്റെ, അതാണ് നമുക്ക് എഴുതാനുള്ളത്. നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1. 1 തൊട്ട് തുടങ്ങുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സമ്മിൻ്റെ ഫോർമുല ഡയറക്റ്റ് നമുക്ക് എഴുതാം. അപ്പോൾ സം ഇസിക്വൽ ടു n പ്ലസ് 1/2. ഇതാണ് നമ്മൾ ഫോർമുല. നാച്ചുറൽ നമ്പർ 1 തൊട്ട് എണ്ണൽ സംഖ്യകളാണ്. 1 തൊട്ട് എത്ര വരെ എടുത്താലും അതിൻ്റെ തുകയുടെ ഫോർമുലയാണ് n. ഡയറക്റ്റ് വെച്ച് കൊടുത്താൽ മതി n പ്ലസ് 1/2. അപ്പോൾ ഇവിടെ n എന്ന് വെച്ചാൽ എത്ര പദങ്ങൾ അതിനകത്തുണ്ട്, എത്ര ടേംസ്, നമ്പർ ഓഫ് ടേംസ് ആണ് n. ബാക്കി n പ്ലസ് 1/2 വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? നാച്ചുറൽ നമ്പറിൻ്റെ സം കിട്ടും. രണ്ടാമത്തത് കൊടുത്തിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പർ. ഈവൻ നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യകൾ. എത്ര ഇരട്ട സംഖ്യകളുണ്ട്? n ഇരട്ട സംഖ്യകളുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുലയാണ് നമുക്ക് എഴുതാനുള്ള. സപ്പോസ് ഇതിൻ്റെ സീക്വൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. സൈഡിലോട്ട് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് n വരെ പോകുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സമ്മാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇനി നമുക്ക് എഴുതാനുള്ളത് ആദ്യത്തെ n ഈവൻ നാച്ചുറൽ നമ്പറിൻ്റെ സം നമുക്ക് എഴുതാം. സം ആദ്യത്തെ ഇരട്ട സംഖ്യ തുടങ്ങുന്ന ഇവിടുന്ന് ഈവൻ നമ്പർ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് സോൺ ഇങ്ങനെ വരെ പോകും. 2n വരെ ഇത് പോകും. അപ്പോൾ ഈ ഇരട്ട സംഖ്യകളുടെ സമ്മിൻ്റെ ഫോർമുല നമുക്ക് ഡയറക്റ്റ് എഴുതാം. സം ഇസിക്വൽ ടു n പ്ലസ് 1. ഇത്രയേ ഉള്ളൂ, n പ്ലസ് 1. ഇതിനകത്ത് വെച്ച് കൊടുത്താൽ, ഡയറക്റ്റ് വെച്ച് കൊടുത്താൽ നമുക്ക് സീക്വൻസ് ഒരു ഇരട്ട സംഖ്യകളുടെ അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പറിൻ്റെ സീക്വൻസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചാൽ സ്റ്റാർട്ടിങ് ഫോർ ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പർ 2 തൊട്ട് സ്റ്റാർട്ടായ ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ് ആണെങ്കിൽ നമുക്ക് സമ്മിൻ്റെ ഫോർമുല ഇങ്ങനെ വയ്ക്കാം. തേർഡ് നമുക്ക് നോക്കുക എന്താണെന്ന്, സം ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1. 1 തൊട്ട് തുടങ്ങുന്ന അടുപ്പിച്ചുള്ള ഒറ്റ സംഖ്യകളുടെ ശ്രേണിയുടെ തുക, അല്ലെങ്കിൽ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ 1 തൊട്ട് തുടങ്ങുന്ന എങ്ങനെയായിരിക്കും? 1 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് പോകുന്ന ഒരു സീക്വൻസിൻ്റെ സമ്മിൻ്റെ ഫോർമുല എങ്ങനെ? സം ഇസിക്വൽ ടു n². n എന്ന് വെച്ചാൽ എന്തുവാ? ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റിൻ്റെ ഫോർമുല കിട്ടും. അപ്പം ഇത് എപ്പോഴും ഓർത്ത് ചെയ്യാനുള്ള നാച്ചുറൽ നമ്പറിൻ്റെ സമരമേ ഇതേപോലത്തെ സീക്വൻസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഫോർമുല വെച്ച് ചെയ്യാവൂ, എങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. ഈ ഫോർമുല നാച്ചുറൽ നമ്പറിൻ്റെ സം എന്ന് n+1/2
ഫസ്റ്റ് എൻ ഈവൻ നാച്ചുറൽ നമ്പറിൻ്റെ സം എന്ന് വെച്ചാൽ എന്തുമായിരിക്കും n+1 ആൻഡ് ഓഡ് നമ്പറിൻ്റെ സം ആണെങ്കിൽ ഫസ്റ്റ് ഓഡ് നമ്പറിൻ്റെ സം ആണെങ്കിൽ n². ഇവിടെ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേംസ് ആണ്, എത്ര ടേംസ് അതിനകത്തുണ്ട് അതാണ് n, പദങ്ങളുടെ എണ്ണം. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചെയ്യാം.